ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 11. ഹിരണ്യാക്ഷോത്പത്തി. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഉത്പത്തിയെക്കുറിച്ച് പറയുകയാണ് ഈ ദശകത്തിൽ. ഒന്നാമത്തെ ശ്ലോകം. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. മാരുതമന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, ക്രമേണ, അങ്ങനെ ക്രമത്തിൽ, സർഗേ പരിവർദ്ധമാനെ, ക്രമേണ സർഗേ പരിവർദ്ധമാനെ, ഇപ്രകാരം ആ സർഗവൃത്തികൾ, അതായത് ആ സൃഷ്ടികാര്യങ്ങളെല്ലാം അങ്ങനെ വേണ്ടും വണ്ണം നടത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സർഗ വൃത്തി അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കവേ കഥാപി ഒരിക്കൽ തേ ദിവ്യാഹ സനകാദയ, ആ ദിവ്യന്മാരായിട്ടുള്ള സനകാദി മഹർഷികൾ ഭവദ്വിലോകായ, ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വികുണ്ഠലോകം പ്രഭേദിരേ, ആ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടികാര്യങ്ങളെല്ലാം വേണ്ടും വണ്ണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൃഷ്ടികളെല്ലാം വർദ്ധിച്ച് കൊണ്ടിരിക്കലെ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള, ആദ്യമേ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചു, ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടിയായിരുന്നു ആ 4 മഹർഷിമാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്ന ആ 4 പേരും കൂടി ഭഗവാനിലുള്ള ആ ഭക്തി അങ്ങ് വർദ്ധിച്ചിരിക്കവേ ഭഗവാനെ ഒന്ന് കാണുവാനായിട്ട് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരുകയാണ്. അതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ശ്ലോകം 2. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈർ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതദക്ഷ്യ. മനോജ്ഞ നൈശ്രേയസകാനനാദ്യൈ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാഃ പ്രാപുഹു അതീത കക്ഷ്യഃ. മുനീശ്വരഃ പ്രാപുഹു, മുനീശ്വരന്മാർ, ആ സനകാദി മഹർഷിമാർ അനോപമം, ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതായിട്ടുള്ള, മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്തുവാനില്ലാത്തതായ അനുപമ സുന്ദരമായിരിക്കുന്ന മനോജ്ഞ നൈശ്രേയസകാനനാദ്യേഹി, ആ മനോഹരമായിട്ടുള്ള ആ നൈശ്രേയസം എന്ന ഉദ്യാനം, അവിടെ ആ ഉദ്യാനത്തിന്റെ പേരാണ്, ആ കാനനത്തിലുള്ള ഒരു ഉദ്യാനമാണ് നൈശ്രേയസം എന്ന പേരിലുള്ളത്. അത് ആ ഉദ്യാനത്തിന്റെ പേരാണ്. ആ ഉദ്യാനത്തിൽ അവിടെ അനേകവാപി മണിമന്ദിരൈശ്ച, അവിടെ അനേകം തടാകങ്ങളും മണിമന്ദിരങ്ങളും, അതായത് മണിമയങ്ങളായിട്ടുള്ള, രത്നമയങ്ങളായിട്ടുള്ള അനേകം ഭവനങ്ങളുണ്ട് അവിടെ. അങ്ങനെയുള്ള മന്ദിരങ്ങളും കിടന്ന് അതീത കക്ഷ്യാഹ, അതുപോലെ തന്നെ നിരവധി, ഒന്നിനോടും മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താനില്ലാത്ത അനുപമ സുന്ദരമായിരിക്കുന്ന ആ വൈകുണ്ഠത്തിലെ നിരവധിയായിട്ടുള്ള പ്രകാരങ്ങൾ, അതായത് പടികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 6 പടിയും കടന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ 6 പടിയും കടന്ന് 7ാമത്തെ പടിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേരുകയാണ് ആ സനകാദി മഹർഷിമാർ. ആ വൈകുണ്ഠത്തിന് ഗോപുരവാതിക്കൽ പ്രാപുഹു, എത്തിച്ചേർന്നു. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതദക്ഷ്യ. ശ്ലോകം 3.
ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്താം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദി ദിക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്താം വിജയ അപി അരുന്താം തേഷാം ച ചിത്തേ പദം ആപകോപ സർവം ഭവത്പ്രേരണയാ ഏവ ഭൂമൻ. ഭവദ്ദി ദൃക്ഷൂൻ ഭഗവാനെ കാണുന്നതിനായിട്ട് ഭവനം വിവിക്ഷൂൻ ആ ഭവനത്തിൽ എത്തിച്ചേർന്ന, അതായത് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്ന സനകാദികളെ ദാസ്തൗ ജയസ്ഥാൻ വിജയഹ അപി അവിടുത്തെ ദ്വാരപാലകന്മാരായിട്ടുള്ള ജയൻ വിജയൻ എന്ന ആ ദ്വാരപാലകർ അവരെ തടഞ്ഞു. അരുന്താം തടഞ്ഞു. അപ്പോൾ തേഷാം ച ചിത്തേ പദം ആപകോപ അവരുടെ ഉള്ളിൽ, ആ സനകാദി മഹർഷിമാരുടെ ഉള്ളിൽ കോപം ആവിർഭവിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് കോപം ഉണ്ടായി. അതിന്റെ പരിണത ഫലം തുടർന്നുള്ള ദശകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത് സനകാദി മഹർഷിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശിശുക്കളാണ്, അത്രയും നിർമ്മലന്മാരായിട്ടുള്ള ശിശുക്കളാണ് സനകാദി മഹർഷിമാർ. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. മാത്രമല്ല, ബ്രഹ്മാവ് കഴിഞ്ഞ ദശകത്തിൽ ശ്ലോകത്തിൽ വൈകുണ്ഠ ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകുണ്ഠത്ത് കുണ്ഠത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന്. വികുണ്ഠലോകം എന്നാണ് വൈകുണ്ഠത്തിന് പറയുന്നത്. അതായത് കുണ്ഠത ഒഴിഞ്ഞിട്ടുള്ളത്. ദേഷ്യം മറ്റുള്ള ആസക്തികൾക്കൊന്നും അവിടെ സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് അവസ്ഥയിലുമുള്ള ആ വൈകുണ്ഠത്തിൽ പെട്ടെന്ന് കോപം ഉണ്ടാകണമെങ്കിൽ, അല്ലയോ ഭഗവാനെ, സർവം ഭവത് പ്രേരണയാ ഏവ എല്ലാം അങ്ങയുടെ പ്രേരണയാൽ തന്നെയാണ്. ഏവ ഭൂമൻ, അല്ലയോ ഭഗവാനെ, ഇതെല്ലാം സംഭവിക്കുന്നത് അവിടുത്തെ പ്രേരണയാൽ തന്നെയാണല്ലോ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്താം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ശ്ലോകം 4. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തി നേമതുസ്താൻ. വൈകുണ്ഠലോകാൻ അനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിഃ നഹ അസ്തു ഇതി നേമതുസ്താൻ. വൈകുണ്ഠലോകാൻ അനുചിത പ്രജേഷ്ടോ, ഈ വൈകുണ്ഠ ലോകത്തിന് അനുചിതമായിട്ടുള്ള, യോഗ്യമല്ലാത്തതായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന കഷ്ടവും യുവാം ക്രൂരന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിം ഭജേദം ദൈത്യന്മാരായി ഭവിക്കട്ടെ, അതായത് അസുരന്മാരായിട്ട് തീരട്ടെ. ഇതി പ്രശപ്തവും എന്ന് കോപിഷ്ഠരായിട്ടുള്ള ആ സനകാദിമാർ അവരെ, ആ ജയനെയും വിജയനെയും ശപിച്ചു. അപ്പോൾ ഭവദാശ്രയൗതോ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആശ്രയം മാത്രമായിട്ട് ഉള്ള അവർക്ക്, കാരണം അവരുടെ ഭഗവാന്റെ ആശ്രിതന്മാരായിട്ടുള്ള ഇവർ നഹ ഹരിസ്മൃതി അസ്തു, അല്ലയോ ഭഗവാനെ, ഈ ഒരു അവസ്ഥയിലും ഞങ്ങൾക്ക് ഹരിസ്മൃതി നഷ്ടമാവരുതേ, പോയിട്ട് ഇല്ലാതെയായി പോകരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്തായാലും ശാപം ഫലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അസുരന്മാരായി തീരും. ആ അവസ്ഥയിലും ഞങ്ങൾക്ക് ഭഗവാന്റെ ആ ഓർമ്മ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനല്ലാതെ മറ്റൊരു ആശ്രയവും ഞങ്ങൾക്കില്ല. അവിടുത്തെ സ്മരണ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമേ ആ ഒരവസരത്തിലും എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇതി താൻ നേമതുഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ മുനീശ്വരന്മാരുടെ ചരണങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തി നേമതുസ്താൻ. ശ്ലോകം 5.
തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. തത് ഏതത് ആജ്ഞായ ഭവാൻ അവാപ്ത സഹ ഏവ ലക്ഷ്മ്യഃ ബഹിഃ അംബുജാക്ഷ ഖഗേശ്വരാം സ അർപ്പിതചാരുബാഹു ആനന്ദയം താൻ അഭിരാമമൂർത്തിം. അങ്ങനെ സനകാദി മഹർഷിമാർ ജയവിജയന്മാരെ ശപിച്ചു. അതറിഞ്ഞ് ഭഗവാൻ ഇതെല്ലാം അപ്പോൾ അറിയുന്നുണ്ട്. ഭഗവാന്റെ പ്രേരണയാൽ തന്നെയാണല്ലോ സർവവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവാൻ തത് ഏതത് ആജ്ഞായ, ഭവാൻ ഈ നടന്നതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മ്യാ സഹൈവ, ലക്ഷ്മി സമേതനായിട്ട് ലക്ഷ്മിയോടൊത്ത് ഖഗേശ്വരാം സ അർപ്പിതചാരുബാഹു, ആ ഖഗേശ്വരനിൽ, അതായത് ആ പക്ഷീന്ദ്രനായിട്ടുള്ള ആ ഗരുഡന്റെ തോളിൽ കൈ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ സനകാദി മഹർഷിമാരുടെയും ജയവിജയന്മാരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് പറയുന്നത്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ലക്ഷ്മി ദേവിയോടൊത്താണ്, ഗരുഡോപരിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അഭിരാമമൂർത്തിയും, അത്യാകർഷകമായിട്ടുള്ള ആ ഭഗവാന്റെ ആ മൂർത്തി രൂപത്തെ ആനന്ദയം താൻ അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ, ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവർക്ക് ബഹിഹി അവാപ്ത, അങ്ങ് പുറത്തു വന്ന് ദർശനം, ആ ദിവ്യ ദർശനം നൽകിയല്ലോ. അങ്ങനെ ഭഗവാനെ അവിടെ സംഭവിച്ചതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കവാടത്തിന് പുറത്ത് ഗരുഡോപരി പ്രത്യക്ഷപ്പെട്ടവർക്ക് ദർശനം കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. ശ്ലോകം 6. പ്രസാദ്യ ഗീർഭിസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവദപാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേദമിത്യാത്തകൃപം ന്യഗാദി. പ്രസാദ്യ ഗീർഭി സ്തുവദഃ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈഃ ത്രിഭിഃ മാമുപേദം ഇതി ആത്തകൃപം ന്യഗാദി. അങ്ങനെ ഭഗവാന്റെ ദർശനമുണ്ടായപ്പോൾ ആ സനകാദി മഹർഷിമാർ ഭഗവാനെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ്. അതാണ് സ്തുവദഃ മുനീന്ദ്രാൻ, ഭഗവാനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സനകാദികളെ കണ്ടിട്ട് ഗിർഭിഹി പ്രസാദ്യ, അവരോട് മധുരവാക്കുകളാൽ പറഞ്ഞവരെ അനുഗ്രഹിച്ച് അവരെ പ്രസാദിപ്പിച്ചു. അതാ അനന്തരം അനന്യനാഥോ, മറ്റൊരാശ്രയവും ഇല്ലാത്തവരായ തൻ്റെ പാർഷദന്മാരോട്, ഇതാണ് പറയുന്നത്, അവരോട് പറയുകയാണ്. ഭഗവാനറിയാം, ഭഗവാന്റെ ആശ്രിതന്മാരാണ് അവർ, ദ്വാരപാലകന്മാരാണ്, അവർക്കാണ് ശാപം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു അതിനുള്ള ശാപമോക്ഷം നൽകുകയാണ്. അപ്പൊ അനന്യനാഥവും മറ്റൊരാശ്രയവും ഇല്ലാത്തതായിട്ടുള്ള ആ പാർഷദൗ തൻ്റെ പാർഷദന്മാരോട് പറഞ്ഞു. സംരംഭയോഗേണ, ഒക്കെ ഇവിടെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കേണ്ടതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യണം? ത്രിഭിഹി, നിങ്ങൾ 3 ജന്മങ്ങൾ മാം ഉപേദം ഭവൈഹി, എൻ്റെ ഇഷ്ടഭാവവും ഉണ്ടാകാൻ പാടില്ല, ശത്രുഭാവത്തോടെ തന്നെ നിങ്ങൾ കഴിയുക. ആ 3 ജന്മങ്ങളാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു വന്ന് എന്നോടൊപ്പം തന്നെ ചേരുവാൻ സാധിക്കുന്നതാണ്. ഇതി ആത്തകൃപം, ഇപ്രകാരം കൃപാപൂർവം ന്യഗാദി, അനുഗ്രഹരൂപേണ അരുളി ചെയ്തു. ഈ ജയനും വിജയനുമാണ് പിന്നീട് 3 ജന്മങ്ങൾ ഭഗവാന്റെ ശത്രുഭാവത്തിൽ ജന്മം കൊണ്ടത്. ഹിരണ്യാക്ഷനും ഹിരണ്യകശു, ആ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശുവിന്റെയും കഥയാണ് നമ്മൾ ഈ ഒരു ദശകത്തിൽ പറയുന്നത്. ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും രാവണനും കുംഭകർണനും പിന്നീട് ശിശുപാലനും ദന്തവക്ത്രനും, അങ്ങനെ 3 ജന്മം ഈ ജയവിജയന്മാരാണ്
ഭഗവാന്റെ ശത്രുഭാവത്തിൽ അവതരിച്ചത്. അവർക്കാണ് ഭഗവാൻ, അവരോടാണ് യുദ്ധം ചെയ്തതും അവർക്കാണ് മോക്ഷം തിരിച്ചു കൊടുത്തതും. പ്രസാദ്യ ഗീർഭിസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദി. ശ്ലോകം 7. ത്വദീയഭൃത്യാവദ കാശ്യപാത്തൗ സുരാരിവീരാ ഉദിതൗ ദിതൗ ദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാമിവാന്യൗ. ത്വദീയഭൃത്യൗ അധ കാശ്യപാത് തൗ സുര അരി വീരൗ ഉദിതൗ ദിതൗ ദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാം ഇവാന്യൗ. നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും എപ്പോഴും ഈ ഔ ഔ ഔ എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് മലയാളത്തിൽ ഏകവചനവും ബഹുവചനവുമേ ഉള്ളൂ. നമ്മൾ ഒന്നിനെയും പറയും, പിന്നെ ഒന്നിൽ കൂടുതലുള്ളതിനെയെല്ലാം ബഹുവചനത്തിലാണ് കൂട്ടുക. എന്നാൽ സംസ്കൃതത്തില് ദ്വിവചനം എന്ന ഒരു പ്രയോഗം കൂടിയുണ്ട്. രണ്ടിനെ സൂചിപ്പിക്കുന്നു, ജോഡികളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടു പേരെ പറയുന്ന അവസരത്തിലോ അല്ലെങ്കിൽ രണ്ടിനെ പറയുന്ന അവസരത്തിലോ ആണ് ഈ ഔ പ്രയോഗം ഉണ്ടാകുന്നത്. പാർഷദൗ തൗ, അവർ, അങ്ങനെ, നിങ്ങൾ എന്നൊക്കെ ഉള്ള ആ ഒരു പ്രയോഗത്തിന് ആണ്, നിങ്ങൾ കൂടി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും എന്നൊക്കെ പറയുന്ന ആ പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഔ ഔ എന്നുള്ള ആ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അധ, അനന്തരം, ത്വദീയ ഭൃത്യൗ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഭൃത്യന്മാർ രണ്ടുപേരും, കാശ്യപാത് തൗ, അങ്ങനെ കശ്യപ പ്രജാപതിയിൽ നിന്നും, ദിതൗ, ദിതി എന്ന കശ്യപന്റെ ഭാര്യയിൽ, അതായത് കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ ദിതി ദേവിയിൽ, ദൗ സുര അരി വീരൗ ഉദിതു, അങ്ങനെ രണ്ട് പുത്രന്മാർ, ഇവര് രണ്ടുപേരും ഇരട്ടകൾ, രണ്ട് പുത്രന്മാരായിട്ട് ജനിച്ചു. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും, ആ സന്ധ്യാസമയത്താണ് അവരുടെ സൃഷ്ടി നടന്നത്. അതുകൊണ്ട് തന്നെ യമൗച, അവർ രണ്ടുപേരും, ലോകസ്യ യമാമിവാന്യൗ, ഈ ലോകത്തിന് വളരെ യമന്മാരെ പോലെ, അതായത് ദുഷ്ടന്മാരായിട്ട് ആണ് ജനിച്ചത്. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടോ, സന്ധ്യാസമയത്താണ് അവർ ജനിച്ചത് എന്ന് പറയാൻ കാര്യം, കശ്യപ പ്രജാപതിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ ദിതി ദേവി സന്ധ്യാസമയത്ത് ആണ് കശ്യപ പ്രജാപതി എടുക്ക ചെന്നിട്ട് തനിക്ക് രതിയെങ്കിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്നത്. മധുരവാക്കുകളൊക്കെ പറഞ്ഞ്, ഈ സമയം നിനക്കറിയാത്തതല്ലോ, ഈ സമയത്ത് ഒന്നിനും കൊള്ളൂല, സന്ധ്യാസമയമാണ്, ഈ സമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമല്ല, അതുകൊണ്ട് ഒട്ടും ക്ഷമിക്കുക എന്ന് പറഞ്ഞത് കൂട്ടാക്കാതെ ദിതി അധികമായിട്ടുള്ള ആ ഒരു ചേഷ്ടകളൊക്കെ കാട്ടി അദ്ദേഹത്തിനെ അതിന് പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആണ് ആ സമയത്ത് ഇവർ ജന്മം കൊണ്ട്. ആ സമയം തന്നെ പ്രപഞ്ചത്തിൽ ആകമാനം ഭയങ്കരമായിട്ടുള്ള കോളിളക്കങ്ങളൊക്കെ ഉണ്ടായി. സന്ധ്യാസമയത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രകൃതിയിൽ സംഭവിച്ചു. അത് കണ്ട് ദേവന്മാർ ബ്രഹ്മാവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ഈ സന്ധ്യാസമയം ഒന്നിനും ശുഭകരമല്ല എന്ന് പറയുന്നത്. കാരണം രണ്ട് സമയങ്ങളുടെയും ഒന്നിന്റെ അവസാനവും ഒന്നിന്റെ ആദ്യവുമാണ്. അങ്ങനെയുള്ള സമയത്തിൽ ആ അവസാനിക്കുന്നതിന്റെ ആ ദോഷവും ഉണ്ടാവും, ആരംഭത്തിന്റെ ഇത് രണ്ടും കൂടെ ആകുന്ന ആ ഒരു സമയത്ത് ഒന്നും പുതിയതായിട്ട് തുടങ്ങുവാനോ ചെയ്യുവാനോ ശുഭകരമല്ല എന്നുള്ളത് കൊണ്ടാണ് ആ സമയം പ്രാർത്ഥനാ സമയമായിട്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായത് കൊണ്ടാണ് ഇവർ ഈ യമന്മാരെ ക്രൂരന്മാരായിട്ട് തീർന്നത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പൊ അതുകൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആ ഇരട്ടകളായിട്ടാണ് കശ്യപ പ്രജാപതിക്കും ദിതി ദേവിക്കും ആയിട്ട് ജനിച്ചത്. തുരീയ ഭൃത്യാവദ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാമിവാന്യൗ. ശ്ലോകം 8. ഹിരണ്യപൂർവകശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത
ഊപൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവഃ കശിപു കില ഏകഃ പരഃ ഹിരണ്യാക്ഷഃ ഇതി പ്രതീത ഊപൗ ഭവന്നാഥം അശേഷലോകം രുഷാ ന്യരുന്ധാം നിജവാസനാന്തൗ. ഏകഃ പൂർവഃ അതിൽ ഒരുവൻ, മൂത്തവനായിട്ടുള്ളവൻ, അവരിൽ ജ്യേഷ്ഠൻ, ഹിരണ്യകശിപുഹു ഹിരണ്യകശിപു എന്ന പേരിലും, പരഹ അപരൻ അടുത്തവൻ അനുജനായിട്ടുള്ളവൻ, ഹിരണ്യാക്ഷഃ ഹിരണ്യാക്ഷൻ എന്ന പേരിലും, ഇതി പ്രതീതഃ കില ഇങ്ങനെ വളരെ പ്രസിദ്ധന്മാരായി തീർന്നു. അതായത് കുപ്രസിദ്ധന്മാരായി തീർന്നു. കാരണം ദുഷ്ടന്മാരായിരുന്നുവല്ലോ അവർ. അങ്ങനെ അവർ വളരെ പ്രസിദ്ധി ആർജിച്ചു എന്ന് പറയുകയാണ്. ഊഹൗ നിജവാസനാന്തോ അവരുടെ രണ്ടുപേരുടെയും ജന്മഗുണം പോലെ അവർ വളരെ ആസുരിക സ്വഭാവം ഉള്ളവരായി തീർന്നു. അവരുടെ ആ ആസുരിക സ്വഭാവം കാരണം അവർ അന്ധന്മാരായിട്ട് രുഷ എന്താ പറയുന്നത് ഭവന്നാഥം അശേഷലോകം, അല്ലയോ ഭഗവാനെ, ഈ സർവലോകവും നിറഞ്ഞിരിക്കുന്ന അന്തർവ്യാപിയായിട്ടുള്ള അങ്ങേ രോഷാകുലരായിക്കൊണ്ട് അവർ ഭഗവാന്റെ ആ നാമത്തെ പോലും ഇല്ലായ്മയാക്കി കളഞ്ഞു എന്ന് പറയുകയാണ്. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സകല പ്രപഞ്ചവാസികളെയും നിരുന്ധാം ക്രൂരമായി പീഡിപ്പിച്ചു. ഭഗവാന്റെ നാമം അവിടെ പാടില്ല. ഭഗവാൻ ആരാണ് അവർക്കറിയില്ല. അങ്ങനെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവരെ എല്ലാം അവർ വളരെയധികം ദ്രോഹിച്ചു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഹിരണ്യപൂർവകശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഓഭോ ഭവന്നാദമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്തൗ. ശ്ലോകം 9. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ. തയോഹോ ഹിരണ്യാക്ഷ മഹാ അസുരേന്ദ്രഃ രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗദാവാൻ. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഃ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന ആ മഹാസുരൻ രണായ ധാവൻ രണത്തിനായിട്ട് ധാവൻ ആഗ്രഹിച്ചുകൊണ്ട്, അതായത് യുദ്ധത്തിനായിട്ട് കൊതിമൂത്തിട്ട് ആരോടെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കാൻ വയ്യാതെ അങ്ങനെ ദിക്കുകൾ തോറും പാഞ്ഞു നടന്ന് അന്വേഷിക്കുകയാണ് ആരെങ്കിലും യുദ്ധത്തിന്. അപ്പൊ എല്ലാരും ഭയന്ന് വിറച്ചോടിപ്പോയി. അങ്ങനെ ആരെയും കിട്ടാതെ, അതാണ് അനവാപ്ത വൈരി, തനിക്ക് തുല്യനായിട്ടുള്ള ശത്രുവിനെ കാണാതെ വന്നപ്പോൾ ഭവത്പ്രിയാം, അല്ലയോ ഭഗവാനെ, അവിടുത്തെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ക്ഷ്മാം ഭൂമിദേവിയെ സലിലേ നിമജ്യ വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി വെച്ചു, സമുദ്രത്തിന്റെ അടിത്തട്ടിയെ കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഗർവാദ് വളരെ അഹങ്കാരത്തോടു കൂടി, വിനതൻ ഗർജിച്ചുകൊണ്ട്, ഗദാവാൻ ഗദയും തോളിലേറ്റിക്കൊണ്ട് ചചാര നടന്നു. അങ്ങനെ ഭഗവാനെ ആരെയെങ്കിലും യുദ്ധം ചെയ്യുവാനായിട്ട് കൊതിച്ച് അങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നടക്കുവാണ്. ആരെങ്കിലും ഉണ്ടോ തനിക്ക് പറ്റിയൊരു എതിരാളി എന്ന് നോക്കി ദിക്കുകൾ തോറും ചുറ്റും സഞ്ചരിച്ച് അങ്ങനെ ആരെയും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിദേവിയെ എടുത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവന്ന് താഴ്ത്തി വെച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ. ശ്ലോകം 10. ദദോ ജലേശാ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയം സ്വാം ഭക്തൈകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. തതോ ജലേശാത് തതഃ ജലേശാത് സദൃശ്യം ഭവന്തം
നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്തൈക ദൃശ്യഃ സഹ കൃപാനിധേ ത്വം നിരുന്തി രോഗാൻ മരുതാലയേശ. തതഃ അതിനുശേഷം ജലേശാത് സദൃശം ഭവന്തം നിശമ്യ, അങ്ങനെ ഭൂമിദേവിയെ കൊണ്ട് സമുദ്രത്തിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ആ ജലാശയത്തിൽ നിന്നുകൊണ്ട് വരുണനെ യുദ്ധത്തിന് വിളിച്ചു. ആ സമയം വരുണദേവൻ പറയുകയാണ്, എനിക്ക് തന്നോട് യുദ്ധം ചെയ്യുവാനുള്ള ത്രാണിയൊന്നും ഇല്ല, തനിക്ക് പറ്റിയ എതിരാളി ആ മഹാവിഷ്ണുവാണ്, അദ്ദേഹത്തിനെ വിളിക്കൂ. അങ്ങനെ ഭഗവാന്റെ കാര്യം ആ വരുണനിൽ നിന്ന് മനസ്സിലാക്കിയ ഹിരണ്യാക്ഷൻ ത്വാം ഗവേഷയൻ, അല്ലയോ ഭഗവാനെ അങ്ങേ അന്വേഷിച്ച് ബഭ്രാമ എല്ലായിടവും സഞ്ചരിച്ചു. ഭക്തൈക ദൃശ്യഃ സഹ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിരിക്കുന്ന അല്ലയോ കൃപാനിധേ ത്വം അങ്ങ് നിരുന്ധിരോഗാൻ, എന്നെ കൂടി എൻ്റെ തൃക്കൺ പാർത്ത് എൻ്റെ ഈ അവസ്ഥ കൂടി എൻ്റെ ഈ രോഗങ്ങളെ കൂടി ഇല്ലായ്മയാക്കി തരണമേ ഭഗവാനെ, എന്നെ രോഗവിമുക്തനാക്കണമേ മരുതാലേശ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ മേൽപ്പത്തൂർ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 11ാമത്തെ ഹിരണ്യ കശിപുവിന്റെ ഉൽപ്പത്തിയാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയം സ്വാം ഭക്തൈകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തി രോഗാൻ മരുതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.